My beautiful souls, welcome back to my channel. Hope you guys are doing awesome today. എന്താണ് ഈ സമയം നിങ്ങൾ കേൾക്കേണ്ടത്? നിങ്ങൾക്കുള്ള മെസ്സേജ് എന്തൊക്കെയാണ്? നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ്, നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ആൻഡ് എന്തൊക്കെയാണ് വെരി സൂൺ നിങ്ങളുടെ ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്? കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ നിങ്ങളുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക. സോ വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ? എന്താണ് നിങ്ങൾക്കുള്ള very special message? Let's say, all right, memories of love. ഓക്കെ, ഈ സമയം നിങ്ങളുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണോ റൈറ്റ് ആയിട്ട് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് ഈ സമയം സ്പെഷ്യലി ഈ ഒരു മൊമെൻറ്റിൽ ഈ സമയം നിങ്ങളുടെ ലൈഫിൽ എന്താണോ സംഭവിക്കുന്നത് അത് ഭാവിയിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ ഏറ്റവും വലിയൊരു മെമ്മറി ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത് ഈവൻ നിങ്ങൾക്ക് ഈ സമയം വളരെ സ്ട്രഗിൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലും ഒരു സമയം നിങ്ങൾ ഇതെങ്ങനെ ഓവർകം ചെയ്തു അല്ലെങ്കിൽ ഈ ഒരു ഫേസിനെ പറ്റി വളരെ സക്സസ്ഫുള്ളി നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വളരെ ഇൻസ്പിറേഷണൽ ആയിട്ട് നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എന്താണോ പറയുന്നത് അത് ഒരുപാട് ആളുകൾ മോട്ടിവേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എടുക്കേണ്ടത്. നമ്മൾ കേട്ടിട്ടില്ലേ, ഇന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു ടൈമിൽ ആ ഒരു സ്ട്രഗിൾ അല്ലെ, അവർ പോയിട്ടുള്ള ഒരു സ്ട്രഗിളാണ് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഗുഡ് ഓർ ബാഡ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു മെമ്മറി ആയിട്ട് മാറാൻ പോവാണ്. അത് ഒരിക്കലും നിങ്ങൾ വിഷമിപ്പിക്കുന്ന ഒരു മെമ്മറി എന്നുള്ളതല്ല. ഇത് നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടു കൂടിയും ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ടും ഒരുപാട് ഇൻസ്പിറേഷനായിട്ടും എടുക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അത്രയും നിങ്ങൾ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മകളാണ് ഈ സമയം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അത് നിങ്ങളെ എത്ര വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിക്കോട്ടെ. ഓക്കെ, സോ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് നിങ്ങളെ ഏറ്റവും മികച്ചൊരു പ്ലേസിലേക്കാണ് കൊണ്ടുവരുന്നത്, ഏറ്റവും നല്ലൊരു മാറ്റത്തിലേക്കാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള പ്ലേസ് ഓർ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്താ അവസ്ഥയിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓർ ചില ആളുകൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് മൊമെൻറ്റ് എന്ന് വിളിക്കുന്ന സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത് അല്ലേ. ഒരുപാട് സന്തോഷം അവിടെ ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് സ്നേഹം ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പീക്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ്, നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ ആണ്. നിങ്ങളത് ട്രൂലി ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ കൂടെയൊക്കെ നിങ്ങൾ ഈ സമയത്ത് പോകുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ ആണ്. ഓക്കെ, ആ ഒരു മൊമെൻറ്റ് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യാം. ഓൾറൈറ്റ്, ബിക്കോസ് എന്താണോ ഈ സമയം നിങ്ങൾ പോകുന്ന അവസ്ഥ നിങ്ങൾ ഒരുപാട് എവേക്കൻ ആക്കുന്നുണ്ട്. സ്പെഷ്യലി നിങ്ങളുടെ താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾ ലൈഫിൽ വരുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അത് സ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അത് റൈറ്റ് പ്ലേസിൽ നിന്ന് റൈറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ കിട്ടുന്നുണ്ട്. റൈറ്റ്, ഓർ എന്താണ് നിങ്ങളുടെ ക്വാളിറ്റീസ്? നിങ്ങൾ നല്ലൊരു ഗിവർ ആയിരിക്കാം, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്ത ഒരാളെ അല്ലെങ്കിൽ എത്ര സിറ്റുവേഷൻ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നുള്ളത് അല്ലേ. സോ മേ ബി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്ലേസിൽ നിന്ന് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ബട്ട് ഈ മൊമെൻറ്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്കത് കിട്ടുന്നുണ്ട്, ബട്ട് ഡിഫറെൻറ്റ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്ലേസിൽ നിന്ന് ആയിക്കൊള്ളണമെന്നില്ല, ബട്ട് നിങ്ങൾ എന്താണ് കൊടുക്കുന്നത് അത് ഏതൊക്കെയോ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ബട്ട് അത് ഏതൊക്കെയോ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങൾ ക്യാഷ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ ഗൈസ്, അത് ഏതൊക്കെയോ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ചെറിയ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫോമിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആയിക്കൊള്ളണമെന്നില്ല, ബട്ട് എന്താണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പല പല രൂപത്തിലായിട്ട്. ഓക്കെ, അത് എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ പ്രോബബ്ലി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല, ബട്ട് ഈ സമയം
അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ഒരുപാട് ഡൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെ നിങ്ങളത് ഡിസേർവ് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, റൈറ്റ്? നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ആ ഒരു ഇഷ്ടക്കേട് തോന്നുന്നുണ്ടായിരിക്കണം, നിങ്ങൾക്ക് വേറൊരാളുടെ അടുത്ത് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് കാരണം നിങ്ങൾ ഒരുപാട് നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, റൈറ്റ്? സോ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. സോ എവിടുന്ന് നിങ്ങൾക്കത് പ്രൊവൈഡ് ആവുന്നില്ല, എവിടുന്ന് നിങ്ങൾക്കത് കിട്ടുന്നില്ല, ആ ഒരു പ്ലേസിലേക്ക്, ആ ഒരു ആളുകളിലേക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനിയൊന്നും ലൈഫിൽ വരാനില്ല, അല്ലെങ്കിൽ അതായിരുന്നു നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്, അല്ലെങ്കിൽ അവിടുന്നാണ് നിങ്ങൾക്ക് വരേണ്ട കാര്യങ്ങൾ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സോ നിങ്ങൾ എന്താണ് കൊടുക്കുന്നത് അത് പല പല രൂപത്തിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങളത് ഫോക്കസ് ചെയ്യുക. ഓർ ആരാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, എവിടുന്നാണോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സമയം പ്രൊവൈഡ് ചെയ്യുന്നത്, ആ ഒരു പ്ലേസിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരിക്കലും നിങ്ങൾക്ക് എക്സാക്ട്ലി നമ്പർ 4 നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾ പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. ബട്ട് നമ്പർ 4 എഗെയിൻ നിങ്ങൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്പർ 4 കാണുന്നുണ്ടെങ്കിൽ, 444 കാണുന്നുണ്ടെങ്കിൽ, 444 കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ചില സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഫോർ മീ, ഞാൻ നമ്പർ 4 അല്ലെങ്കിൽ 444 ഞാൻ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ അത്രയും ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആവുന്നൊരു ടൈമിലാണ്. ഓക്കെ, അതായത് നമ്മുടെ ലൈഫിൽ പോകുന്നൊരു അവസ്ഥ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് യൂണിവേഴ്സ് നമ്മളെടുത്ത് പറയാണ്, നിങ്ങൾ പോകുന്ന വഴിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, ഇന്ന പ്രയാസങ്ങളുണ്ടാവും, ഇന്ന തടസ്സങ്ങളുണ്ടാവും, ബട്ട് നിങ്ങൾ അവിടെ സേഫാണ്, നീ അവിടെ സേഫാണ്, ഞാൻ അവിടെ കൂടെ ഉണ്ട്, ഞാൻ അവിടെ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് തരുന്നൊരു ഗ്രേറ്റ് കൺഫർമേഷനാണ്. എനിക്കതാണ് നമ്പർ 4 എന്ന് പറയുന്നത്. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഓർ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ ആ ഒരു നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. ബട്ട് നമ്പർ 4 നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സ്ട്രോങ്ങസ്റ്റ് ഏഞ്ചൽ കൺഫർമേഷനാണ്, ഡിവൈൻ ഗൈഡൻസ് ആണ്. അതായത് നമ്മൾ അവിടെ പ്രൊട്ടക്റ്റഡ് ആണ്, എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ ഞാൻ അവിടെ ഉണ്ട്, ഞാൻ നിന്നെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത് നിങ്ങൾ കണ്ണടച്ചൊന്നും കൂടെ കേൾക്കുക. നിങ്ങൾ ഈ സമയം എന്ത് പ്രയാസത്തിൽ കൂടിയാണോ പോകുന്നത്, നിങ്ങൾക്ക് എന്ത് ആണോ നിങ്ങൾ ഒരുപാട് മാനസികപരമായിട്ട് വിഷമിപ്പിക്കുന്നത്, എന്താണോ നിങ്ങൾക്ക് അത്രയും ഒരു സ്ട്രഗിൾ ആയിട്ട് തോന്നുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ സിറ്റുവേഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ഓക്കെ, ഞാനല്ല പറയുന്നത്, നിങ്ങളുടെ കൂടെ ആ ഒരു പവർ ഉണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഐ ഡോ നോ അതാരാണെന്നുള്ളത്, നിങ്ങൾക്ക് ഇതെങ്ങനെ വേണമെന്നുണ്ടെങ്കിലും റിലേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനല്ല, ഓക്കെ, നിങ്ങളുടെ കൂടെ അങ്ങനെ ഒരു ഞാൻ ഉണ്ട്. സോ നിങ്ങൾക്കറിയാം അത് ആരാണെന്നുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ശക്തിയായിരിക്കാം, അവർ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പവർ ആയിരിക്കാം. ഓക്കെ, സോ ആ ഒരു പവർ നിങ്ങളെടുത്ത് പറയാണ്, ഒരിക്കലും നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല, ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സ് ഓർ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ എന്തുകൊണ്ടാണോ ഈ ഒരു സമയത്ത് നിങ്ങൾ, അല്ലെങ്കിൽ എന്താലോചിച്ചിട്ടാണോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുന്നത്, അതിൻ്റെ ഒരു സമൃദ്ധി ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുണ്ട്. സോ നിങ്ങൾ സ്നേഹം കൊണ്ടാണ് ഒരുപാട് ഈ സമയത്ത് പ്രയാസപ്പെടുന്നതെങ്കിൽ, അത് മറ്റുള്ള പ്ലേസിൽ നിന്ന് ഉള്ള അനുഭവം കൊണ്ടാണ് നിങ്ങൾക്ക് അത്രയൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവുന്നത്. പക്ഷെ ആ ഒരു സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ സമൃദ്ധിയായിട്ടില്ലേ, അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അത്രയൊരു പ്രയാസം മേ ബി ഉണ്ടാവുന്നത്, അല്ലേ? നിങ്ങൾ അങ്ങനെ എടുക്കുകയാണ്. ആ ഒരു സ്നേഹം, നിങ്ങൾ കൊടുത്തിട്ടുള്ളൊരു സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം, കൺസിഡറേഷൻ, ആ ഒരു കൈൻഡ്നെസ് നിങ്ങളുടെ മാത്രം അസെറ്റാണ്, റൈറ്റ്? നിങ്ങളുടെ പവറാണ് അത്. അതെവിടെയും പോവില്ല, അത് ആർക്കും ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കില്ല, റൈറ്റ്? അത് നിങ്ങളുടെ ഒരു കാര്യമാണ്. സോ എന്തിനെ പറ്റിയിട്ടാണോ നിങ്ങൾ ഈ ഒരു സമയത്ത് പ്രയാസപ്പെടുന്നത്, അതിൻ്റെ സമൃദ്ധി ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ക്യാഷിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടാണോ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുന്നത്? ക്യാഷ് വരാനുള്ള വഴി, അല്ലെങ്കിൽ ക്യാഷിൻ്റെ ആ ഒരു എനർജി ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുണ്ട്. എപ്പോൾ നിങ്ങൾ ആ ഒരു എനർജി ഷിഫ്റ്റ് ചെയ്യുന്നോ, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ്, ഇമോഷൻസ്, നിങ്ങൾ ക്യാഷിനെ പറ്റിയിട്ട് നിങ്ങൾക്കുള്ള ബിലീഫ്സ്, നിങ്ങൾ എന്താണ് ക്യാഷിനെ പറ്റിയിട്ട് പറയുന്നത്, അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് ആ ഒരു സമൃദ്ധിയിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാണ്, അതിൻ്റെ ഒരു പ്രോസ്പെരിറ്റി നിങ്ങൾ കണക്ട് ചെയ്യും. ഓക്കെ, സോ മനസ്സിലാക്കുക, നിങ്ങൾ ഈ സമയം എന്തിനെ പറ്റിയിട്ടാണോ ആലോചിച്ച് പ്രയാസപ്പെടുന്നത്, അതിൻ്റെ ഒരു ഇല്ലായ്മ നിങ്ങൾ അനുഭവിക്കുന്നത്, ആ ഒരു കാര്യം ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, റിലേറ്റ് ചെയ്യുക. എക്സാക്ട്ലി. ഓക്കെ, ഇത് ഒരു എൻഡ് അല്ല. നിങ്ങൾ പോകുന്ന ഒരു അവസ്ഥ ഒരിക്കലും നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ ഒരു എൻഡ്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ്റെ എൻഡ് അല്ല. എസ്പെഷ്യലി നിങ്ങൾ വിചാരിക്കുകയാണ് ഇതിലും ബെസ്റ്റ് ആയിട്ട് ഇനിയൊന്നും വരാനില്ല, അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും, അല്ലെങ്കിൽ ഇനിയൊരു അവസരമില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഒന്നിൻ്റെ ഒരു അവസാനമല്ല, ഇതെല്ലാത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ്.
ഓക്കെ, ഇത് എല്ലാത്തിൻ്റെയും തുടക്കം മാത്രമാണ്. ഇന്ന് നിങ്ങൾ എങ്ങനെയാണോ, എത്ര നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുന്നോ, നാളെ നിങ്ങൾ അങ്ങനെയല്ല. ട്രസ്റ്റ് മീ ഗായ്സ്, നിങ്ങൾ ഈ സമയം ആലോചിച്ച് ഓക്കെ എവിടെയോ ഇരുന്ന് സങ്കടപ്പെട്ട് അല്ലെങ്കിൽ എവിടെയോ ഇരുന്ന് എന്തൊക്കെയോ ആലോചിച്ച് ഒട്ടും ലൈഫിനോട് അത്ര ഒരു എക്സൈറ്റ്മെൻറ്റ് ഇല്ലാണ്ട് നിങ്ങൾ വളരെ ലേസി ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ അങ്ങനെയല്ല. നാളെ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് വരികയാണ്. നാളെ നിങ്ങൾക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടം ഉണ്ടാവുകയാണ്. നാളെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾ ചില കൺഫ്യൂഷൻസ് നിങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ പാത്ത് എങ്ങോട്ടാണ് പോകുന്നത്, പല പല കാര്യങ്ങളിലേക്ക് താല്പര്യങ്ങൾ തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക്, അല്ലെ? പല കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ തോന്നുന്നുണ്ടായിരിക്കണം. ഏത് ചൂസ് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മേ ബി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കാം. റൈറ്റ്, സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് പ്രോബബ്ലി ഒരിക്കലും നിങ്ങളെ ഡൗൺ ആക്കുന്ന കാര്യങ്ങളല്ല നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ ആ ഒരു തിരിച്ചറിവോട് കൂടിയിട്ട് നിങ്ങളുടെ ചില വഴികൾ നിങ്ങൾ ചൂസ് ചെയ്യുക. അതായത് നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ നഷ്ടമാവില്ല, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നഷ്ടമാവില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, ആൻഡ് നിങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവുകയാണ്, താല്പര്യങ്ങൾ ഉണ്ടാവുകയാണ്, ആഗ്രഹങ്ങൾ ഉണ്ടാവുകയാണ്, അവിടെ അതിൻ്റെ ഒരു സ്പാർക്ക് നിങ്ങൾക്ക് ഉള്ളൊരു പ്ലേസിലേക്കാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കേണ്ടത്, നിങ്ങൾ നടന്ന് നീങ്ങേണ്ടത്. എസ്പെഷ്യലി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് നിങ്ങളുടെ ലൈഫിനെ പറ്റി, സിറ്റുവേഷനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ഡോർ അതാണ്. ഓക്കെ, എന്താണ് നിങ്ങളെ ഡ്രെയിൻ ചെയ്യുന്നത് എന്നുള്ളതല്ല, എന്താണോ ഈ സമയത്ത്, ഫ്യൂച്ചർ അങ്ങനെ എന്നുള്ളതല്ല, ഈ സമയത്ത് എന്തിനായിരിക്കാം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ സാധിക്കുക, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് എന്തിനായിരിക്കാൻ തരാൻ സാധിക്കുക. അവിടെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ്, നിങ്ങൾക്ക് ആ ഒരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു പാത്ത് നിങ്ങൾക്ക് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കായിരിക്കാം അത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾക്ക് ചില കാര്യത്തിനോടൊരു ഡിസ്കണക്റ്റഡ് ആയിട്ട് തോന്നാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു സമയത്ത് ചില കാര്യത്തിനോട് തോന്നിയിട്ടുള്ള ഒരു കണക്ഷൻ, അട്രാക്ഷൻ ഒന്നും ഈ ഒരു സമയത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു സമയത്ത് നിങ്ങൾ അത്രയും പാഷനേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യത്തിനോട് ഈ സമയം നിങ്ങൾക്ക് താല്പര്യം തോന്നിക്കൊള്ളണമെന്നില്ല. അതിനർത്ഥം നിങ്ങൾ ഏതോ ഒരു റോങ് ആയിട്ടുള്ള വഴിയിൽ കൂടെ പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ളതുമല്ല. ഓക്കെ, ആൻഡ് സിറ്റുവേഷനിൽ അവിടെ മേജറായിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുകയാണ്. എസ്പെഷ്യലി ഈ ഒരു സമയത്ത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്ന പല കാര്യത്തിനും നിങ്ങൾക്ക് അവിടെ ക്ലാരിറ്റി ഉണ്ടാവുകയാണ്. നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള പ്ലേസിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട്. പല ആളുകളുടെ ഒരു സ്ട്രഗിളും അതായിരിക്കാം, അല്ലേ? ഈവൻ നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ പോലും ചില തീരുമാനത്തിലേക്ക് എത്താൻ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിരിക്കണം. ആ ഒരു സമയത്താണ് നിങ്ങൾ ഈ ഒരു കാര്യം അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടായിക്കോട്ടെ, ഈവൻ നിങ്ങൾക്ക് എത്ര ഇഷ്ടം ചില കാര്യത്തിനോട് തോന്നിക്കോട്ടെ, നിങ്ങൾ ഈ സമയം നിങ്ങളൊരു കാര്യം ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ളൊരു സന്തോഷം, ഈ ഒരു മൊമെൻറ്റിലെങ്കിൽ ആ ഒരു സന്തോഷം ഉണ്ടാവണം. അത് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവണം. നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടുത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഓൾറൈറ്റ്, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.